കോൺകേവ് മിററിന്റെ യൂസസ് ആണ്. നമുക്ക് നോക്കാം. ഇവിടെ കോൺകേവ് മിററിന്റെ പ്രധാനപ്പെട്ട യൂസസ് ആയിട്ട് വരുന്നത് ഒന്ന് ടോർച്ചാണ്. നമുക്കറിയുന്ന പോലെ നമ്മൾ ഉപയോഗിക്കുന്ന ടോർച്ചിന്റെ ഫ്രണ്ടിൽ കാണുന്ന ഗ്ലാസ് കൊടുത്ത് അതല്ല ഉദ്ദേശിക്കുന്നത്. ടോർച്ചിന്റെ ബൾബിന് ചുറ്റും പിടിക്കുന്ന ഒരു ഭാഗം ഉണ്ടാവും. അതാണ് ഒരു കോൺകേവ് മിറർ എന്ന് പറയുന്നത്. നമുക്കറിയാം കോൺകേവ് മിററിന്റെ ഒരു സിമ്പിൾ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും. എന്താണ് കറണ്ട് ഇൻവേർഡ് ആയിട്ടിരിക്കുന്ന ഒരു സാധനമാണ് ടോർച്ച് ലൈറ്റ്. ജസ്റ്റ് നോക്കിയാൽ ഇതുപോലെ ഇരിക്കുന്ന ഇതാണ് നമ്മൾ ടോർച്ച് ലൈറ്റ് കോൺകേവ് മിറർ എന്ന് പറയുന്നത്. അതായത് കറണ്ട് ഇൻവേർഡ് ആയിട്ടിരിക്കുന്ന രീതിക്കാണ്. അപ്പോൾ നമ്മുടെ ടോർച്ച് ലൈറ്റിന്റെ ഇതൊരു ടോർച്ച് ലൈറ്റ് ആയിട്ട് ഇമാജിൻ ചെയ്യുക. ടോർച്ച് ലൈറ്റിന്റെ ഫ്രണ്ടിൽ വരുന്ന ഗ്ലാസ് അല്ല, അതിനകത്ത് ഉള്ളിൽ വരുന്ന ഒരു ലൈറ്റ് റിഫ്ലക്റ്റിംഗ് സർഫസിനെയാണ് അവിടെ കോൺകേവ് മിററായിട്ട് നമ്മൾ കാണുക. കാരണം ഗ്ലാസ് എന്ന് പറയുന്നത് വളരെ ട്രാൻസ്പെറന്റ് ആയിട്ട് ഒരു സാധനമാണ്. ഈ ട്രാൻസ്പെറന്റ് എന്ന് പറഞ്ഞാൽ പ്രകാശം കടത്തിവിടുന്നവയാണ്. പക്ഷെ നമ്മുടെ മിററുകൾ ഒരിക്കലും പ്രകാശം കടത്തിവിടുന്നവയാണ്. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് ഓർമ്മിച്ചിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. നമ്മുടെ ടോർച്ചിൻ്റെയൊക്കെ ഫ്രണ്ടിലുള്ള റൗണ്ട് ആയിട്ട് വരുന്ന ഗ്ലാസിനെയല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആ ടോർച്ചിന്റെ ബൾബിന് ചുറ്റും ഒരു സറൗണ്ടിങ്ങിലായിട്ട് വരുന്ന ഒരു മിറർ ഷേപ്പായിട്ട്, അതായത് ലൈറ്റിനെ റിഫ്ലക്ട് ചെയ്യുന്നു ഒരു സംവിധാനമാണ്. അവിടെ ഒരു പാരലൽ ബീം ഓഫ് ലൈറ്റ് അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അത് രണ്ടാമത് സർച്ചിങ് ലൈറ്റിനകത്തും സെയിം ഇഫക്റ്റ് തന്നെയാണ്. സർച്ചിങ് ലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വളരെ ലൈറ്റൊക്കെ കുറഞ്ഞ ഈ എന്തെങ്കിലും ഫയർഫോഴ്സോ മറ്റും തുടങ്ങിയ ഈ രക്ഷാപ്രവർത്തനത്തിനൊക്കെ ഉപയോഗിക്കുന്ന വളരെ ലൈറ്റ് ഇല്ലാത്ത മേഖലയിലേക്ക് നമ്മൾ വളരെ ദൂരത്തേക്ക് സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ടൈപ്പ് ലൈറ്റാണ് സർച്ചിങ് ടോർച്ച് എന്ന് പറയുന്നത്, സർച്ചിങ് ലൈറ്റ്സ് എന്ന് പറയുന്നത്. അതെന്ന് പറയുന്നത് വളരെ ദൂരത്തേക്ക് പ്രകാശം പോകാൻ വേണ്ട രീതിയിലുള്ള ക്രമീകരണം അവർക്ക് വേണം. അപ്പോൾ അതിന് അവർ അവിടെ ഉപയോഗിക്കുന്നത് ഇതുപോലെ ആ ലൈറ്റിനകത്ത് ആ ബൾബിനെ ഫോക്കസിൽ ക്രമീകരിക്കുകയും ആ ഫോക്കസിൽ നിന്ന് ലൈറ്റ് റേ വരികയും മിററിൽ തട്ടുകയും റിഫ്ലക്ട് ചെയ്യുകയും. നമുക്കറിയാം ഒരു വസ്തുവിനെ ഫോക്കസിൽ ക്രമീകരിക്കുകയാണ് എങ്കിൽ അതിന്റെ ഇമേജ് ഫോർമേഷൻ അല്ലെങ്കിൽ ലൈറ്റ് കടന്നു പോകുന്നത് ഇൻഫിനിറ്റിയിലേക്കായിരിക്കും. അതായത് വളരെ അനന്തമായ ദൂരം വളരെ പാരലായിട്ട് കടന്നു പോകുന്നതായിരിക്കും. നമ്മൾ അതിന്റെ ചിത്രം ഓർമ്മയാണെന്ന് പ്രതീക്ഷിക്കുന്നു. ഇമേജ് ഫോർമേഷൻ നമ്മൾ ഇമേജ് ഫോർമേഷൻ പഠിച്ചപ്പോൾ ഒബ്ജക്ട് പ്ലേസ്ഡ് അറ്റ് ഫോക്കസ് എന്നൊരു കൺസെപ്റ്റ് പഠിച്ചു. അവിടെ നമ്മൾ മനസ്സിലാക്കിയ കാര്യം ഒരു ലൈറ്റ് റേ ഫോക്കസിൽ കൂടിയും മറ്റൊരു ലൈറ്റ് റേ സെന്റർ ഓഫ് കർവേച്ചറിൽ കൂടിയും വളരെ ദൂരത്തേക്ക് നീങ്ങി പോകുന്നതായിട്ട് പഠിച്ചു, ഇൻഫിനിറ്റിയിലേക്ക് പോകുന്നതായിട്ട് പഠിച്ചു. അതുപോലെ ഇവിടെ നമ്മളൊരു ഒബ്ജക്റ്റിനെ ഈ ലൈറ്റുകളൊക്കെ ചെയ്യുന്നത് അതിന്റെ ഫോക്കസിൽ നമ്മൾ ബൾബ് വരുന്ന രീതി ക്രമീകരിക്കുകയും ചുറ്റുപാടും അതിന് നമ്മൾ അറേഞ്ച് ചെയ്യും. അപ്പോൾ ഫോക്കസിൽ നിന്ന് ലൈറ്റ് റേ വരികയും ആ മിററിൽ വരികയും ആഫ്റ്റർ റിഫ്ലക്ഷൻ എന്ത് ചെയ്യുകയും ഇൻഫിനിറ്റിയിലേക്ക് പാരലൽ ബീമായിട്ട് ലൈറ്റ് റേസ് കടന്നു പോവുകയും ചെയ്യും. ഈ രണ്ട് കാര്യം തന്നെയാണ് ഈ ടോർച്ച് ലൈറ്റിലായാലും നമ്മുടെ എന്താണ് സർച്ചിങ് ടോർച്ചുകളിലായാലും സർച്ചിങ് ലൈറ്റുകൾ ഉപയോഗിക്കുന്നത്. അപ്പൊ അതിൽ വേറെ നമ്മൾ ടോർച്ച് എന്ന് പറയുന്നത് നോർമൽ നമ്മുടെ ക്യാഷ്വൽ യൂസ് നമ്മുടെ വീട്ടിലൊക്കെ യൂസ് ചെയ്യുന്ന സാധനമാണ്. ഈ സർച്ചിങ് ലൈറ്റ് എന്ന് പറയുന്നത് കുറച്ച് പ്രൊഫഷണലാണ്. സർച്ചിങ്ങിനേക്കാൾ മീൻസ് നമ്മുടെ പോലീസ് അല്ലെങ്കിൽ ഫയർഫോഴ്സ് തുടങ്ങിയവരൊക്കെ ഉപയോഗിക്കുന്ന ലൈറ്റാണ്. അത്ര വ്യത്യാസമുള്ളൂ. അതുപോലെ നമ്മുടെ ഹെഡ്ലൈറ്റ് മീൻസ് വെഹിക്കിൾസിന്റെ ഹെഡ്ലൈറ്റ് ആണ് ഉദ്ദേശിക്കുന്നത്. വെഹിക്കിൾസിന്റെ ഹെഡ്ലൈറ്റ് അറിയാം, നമുക്കറിയാം കുറച്ചൊരു പരിധിയാണ്. ഇല്ല, നമുക്ക് നല്ല ഡിമ്മും ബ്രൈറ്റൊക്കെ അടിച്ച സമയത്ത് ബ്രൈറ്റ് ചെയ്യുന്ന സമയത്ത് വളരെ ലാർജ് ഏരിയയിലേക്ക് ലൈറ്റ് കടന്നു പോകുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. നമ്മൾ നൈറ്റ് ട്രാവൽ ചെയ്യുന്ന സമയത്ത് വളരെ വ്യക്തമായിട്ട് അറിയാൻ പറ്റും. അപ്പോൾ വളരെ ഡിസ്റ്റൻസിലേക്ക് പോകുന്ന രീതിക്ക് ആ ബൾബിനെയും ആ നമ്മുടെ ഈ വെഹിക്കിൾസിലെ ലാമ്പിനെയും നമ്മൾ അതിനകത്തുള്ള ബൾബിനെയും ക്രമീകരിച്ചിരിക്കുന്ന ഈ ഒരു മെത്തേഡിലാണ്. അതിന് ചുറ്റും നമ്മൾ ഇങ്ങനെ ഒരു ചെറിയൊരു സിൽവർ കോട്ടിങ് ഇട്ടിരിക്കുന്നത് പോലെ തോന്നും. അതാണ് നമ്മുടെ ഇവിടുത്തെ മിറർ എന്ന് പറയുന്നത്, ഈ കോൺകേവ് മിറർ. അപ്പോൾ അത് നേരത്തെ പറഞ്ഞതുപോലെ ലൈറ്റിനെ കൂടുതൽ ദൂരത്തേക്ക് കൊണ്ടുവരാണ് ഇവിടെ കോൺകേവ് മിറർ യൂസ് ചെയ്യുന്നത്. അതുപോലെ വേറെ നമ്മൾ ഷേവിംഗ് മിറർ എന്ന് പറയുന്നത് നമുക്കറിയാം ഈ ചില സമയം നമ്മൾ ഷേവിംഗ് സമയത്ത് നമ്മുടെ മുഖം കുറച്ച് വലുതായിട്ടാണ് നമ്മളെപ്പോഴും കാണുന്നത്. നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും. അതായത് നമ്മൾ വളരെ ചെറിയ ഡാർക്ക് ആയിട്ടുള്ള മീൻസ് വളരെ സ്മോൾ ആയിട്ടുള്ള സ്പോട്സ് നമുക്ക് കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ പറ്റണം, ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം. എന്നാൽ മാത്രമേ അത് നമ്മുടെ ആ ഷേവിംഗ് പ്രോസസ്സ് വളരെ ഈസി ആയിട്ടുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മിറർ പ്രത്യേകിച്ച് നമുക്ക് ഷോപ്പിൽ വാങ്ങാൻ കിട്ടുന്നതാണ്. നമ്മുടെ നോർമൽ പ്ലെയിൻ മിററല്ല നമ്മൾ ഷേവിംഗ് മിററായിട്ട് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. ഷേവിംഗ് മിറർ വേറെ അവൈലബിൾ ആണ്. അപ്പോൾ ആ ഷേവിംഗ് മിറർ എന്ന് പറയുന്നത് എന്ത് മിററാണ്? കോൺകേവ് മിററാണ്. ഓക്കെ, അടുത്ത് വരുന്നത് സോളാർ ഫർണസ് എന്ന് പറയും. സോളാർ ഫർണസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സോളാർ കുക്കറിലേക്ക് അതുപോലെ ഒരു സാധനം തന്നെയാണ്. അതായത് സോളാർ എനർജിയുടെ ഒരു കളക്ഷൻ വേണ്ടി അതൊക്കെ ഒരു കൺസോൾട്ടേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് സോളാർ ഫർണസ് എന്ന് പറഞ്ഞ സാധനം. അതായത് നമ്മുടെ കയ്യിലുള്ള സ്ഥലത്ത് വെക്കുന്നത് ഒരു ഉപകരണമാണ്. ഇവിടെയും സംഭവിക്കുന്നത് ഇൻഫിനിറ്റി എന്ന് പറയുന്ന ലൈറ്റ് റേസിനെ ഒരു കോമൺ പോയിന്റിലേക്ക്, നമുക്കറിയാം കോൺകേവ് മിററിൽ ഇൻഫിനിറ്റി ലൈറ്റ് റേസ് വന്നു കഴിഞ്ഞാൽ ആ ലൈറ്റ് റേ ആഫ്റ്റർ റിഫ്ലക്ഷൻ അത് എവിടെ കോൺസെൻട്രേറ്റ് ചെയ്യും? മെയിൻ ഫോക്കസിൽ കോൺസെൻട്രേറ്റ് ചെയ്യും. ഇത് തന്നെയാണ് ഇവിടെയും പ്രയോജനപ്പെടുന്നത്. പറഞ്ഞു മനസ്സിലായോ? അതായത് ഇൻഫിനിറ്റി എന്ന് പറയുന്ന സണ്ണിൽ നിന്ന് സൂര്യൻ എർത്തിലേക്ക് വരുന്ന, അതായത് ഇൻഫിനിറ്റി ഡിസ്റ്റൻസ് സഞ്ചരിച്ച് വരുന്ന ലൈറ്റ് റേ ആണ്. ആ ലൈറ്റ് റേ എന്ത് ചെയ്യും? ആഫ്റ്റർ റിഫ്ലക്ഷൻ എന്ത് ചെയ്യും? ഒരു കോമൺ പോയിന്റിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് അവിടെ കുറച്ച് കൂടുതൽ എനർജി, ഒരു ഏരിയയിലേക്ക് വരുന്ന എനർജി ഒരു കോമൺ പോയിന്റിലേക്ക് വരുമ്പോൾ നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും. അവിടെയും കോൺകേവ് മിററാണ് ഉപയോഗിക്കുന്നത്. എന്താണ്? സോളാർ ഫർണസിൽ.
അപ്പൊ നമ്മൾ എവിടെയൊക്കെയുള്ള അത് എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്, ബോർഡ് എക്സാമിന് ചോദിച്ചിട്ടുള്ള പോയിന്റ് ആണ്. അപ്പൊ കോൺകേവ് മിററിന്റെ യൂസുകളാണ് നമ്മൾ പഠിക്കുന്നത്. കോൺകേവ് മിററിന് ഡേ ലൈഫിൽ യൂസ് ചെയ്യുന്നതാണ് നമ്മൾ പഠിക്കുന്നത്. പ്രധാനമായും നോക്കിക്കോളൂ, ഇപ്പൊ തന്നെ പഠിച്ചു മാറ്റി വെക്കണം. 1 ടോർച്ച്, 2 സർച്ചിങ് ലൈറ്റ്, 3 ഹെഡ്ലൈറ്റ്സ്. വെഹിക്കിൾസ് വേണം പഠിക്കാം, ഹെഡ്ലൈറ്റ്സ് പഠിച്ചാലും മതി. ഷേവിംഗ് മിറർ, സോളാർ ഫർണസ്. അപ്പൊ നോക്കി ഇവിടെ നമുക്ക് ആദ്യം പഠിക്കാനുള്ള 5 കാര്യങ്ങളേ ഉള്ളൂ. നമുക്ക് 5 കാര്യങ്ങൾ വളരെ ഈസി, കാരണം നമ്മൾ കോൺവെക്സ് മിററിന്റെ പഠിക്കും, ലെൻസിന്റെ പഠിക്കും. അപ്പൊ കൺഫ്യൂഷൻ വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ സൂചിപ്പിക്കുകയാണ്, ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യാണ്. ടോർച്ചസ്, അതുപോലെ സർച്ചിങ് ലൈറ്റ്, അതുപോലെ ഹെഡ്ലൈറ്റ്, ഷേവിംഗ് മിറർ, സോളാർ ഫർണസ്. ഒന്ന് പറഞ്ഞു നോക്കിയേ. ടോർച്ച്, ഹെഡ്ലൈറ്റ്, പിന്നെന്താണ് പറഞ്ഞു നോക്കിയേ. ടോർച്ച്, അതുപോലെ ഹെഡ്ലൈറ്റ്, അതുപോലെ ഹെഡ്ലൈറ്റ് വെഹിക്കിൾസിന്റെ ഹെഡ്ലൈറ്റ്സ്, അതുപോലെ എന്താണ് നമ്മുടെ സർച്ചിങ് ലൈറ്റ്, ഷേവിംഗ് ലൈറ്റ്, അതുപോലെ എന്താണ് സോളാർ ഫർണസ്. ഇത്രയും കാര്യങ്ങൾ 5 നിങ്ങൾക്ക് പറയാൻ പറ്റുമെന്ന് നോക്കി. ഇതാണ് കോൺകേവ് മിററിന്റെ യൂസ്. നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇമേജ് ഫോർമേഷൻ ബൈ കോൺവെക്സ് മിറർ. നമ്മൾ തൊട്ട് മുമ്പ് വരെയുള്ള ക്ലാസ്സുകളിലെല്ലാം നമ്മൾ പഠിച്ചത് കോൺകേവ് മിററുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. നമ്മൾ പുതിയൊരു സെക്ഷനിലേക്ക് പോവുകയാണ്, കോൺവെക്സ് മിറർ. കോൺവെക്സ് മിറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അറിയാവുന്നതുപോലെ കർവ്ഡ് ഇൻവേർഡ് ആണ്. കർവ്ഡ് ഇൻവേർഡ് ചെയ്തിരിക്കുന്ന മിററാണ് പൊതുവെ നമ്മൾ കോൺവെക്സ് മിറർ എന്ന് വിളിക്കുക. ഇവിടെ കോൺവെക്സ് മിററിന്റെ ഇമേജ് ഫോർമേഷൻ ബൈ കോൺവെക്സ് മിറർ എന്ന കൺസെപ്റ്റാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു മേഖലയാണ്, ശ്രദ്ധിക്കുക. അപ്പൊ ഇവിടെ ഈ നമ്മൾ തൊട്ട് മുമ്പ് കോൺകേവിൽ ഇവിടെ എന്തൊക്കെ പഠിച്ചു? ഇൻഫിനിറ്റി പഠിച്ചു, അറ്റ് സി പഠിച്ചു, ബിറ്റ്വീൻ സി ആൻഡ് എഫ് പഠിച്ചു, അറ്റ് എഫ് പഠിച്ചു, ബിറ്റ്വീൻ എഫ് ആൻഡ് ബി പഠിച്ചു. ഇവിടെ എന്തെല്ലാം കണ്ടീഷൻസ് ഉണ്ടാവും? നിങ്ങൾ ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കി. ഇവിടെ എന്തൊക്കെ കണ്ടീഷൻസ് ഉണ്ടാവും? ഇവിടെ നമ്മുടെ കോൺകേവ് പഠിച്ചതുപോലെയുള്ള കണ്ടീഷൻസ് ഇല്ല. ഇവിടെ 2 തരം ഇമേജ് ഫോർമേഷനെ പഠിക്കാനുള്ളത്. എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ വളരെ സിമ്പിൾ ആയിട്ട് പറയാൻ പറ്റും. ഇവിടെ നോക്കിയേ, ഈ ഒബ്ജക്റ്റ് നമ്മൾ ഇൻഫിനിറ്റിയിലാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഈ ഒബ്ജക്റ്റ് നമ്മൾ ഇൻഫിനിറ്റി പ്ലേസ് ചെയ്തിരിക്കുമ്പോൾ എന്താ സംഭവിക്കുക? ഇൻഫിനിറ്റി പ്ലേസ് ചെയ്തിരിക്കുമ്പോൾ നോക്കിയേ, ഇൻഫിനിറ്റി പ്ലേസ് ചെയ്തിരിക്കുന്ന സിറ്റുവേഷൻ ആലോചിച്ചാൽ മതി. ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഇവിടെ എവിടെയെങ്കിലും സി ഉണ്ടോ? ഇല്ല. ഇവിടെ എഫ് ഉണ്ടോ? അതായത് ഈ മിററിന്റെ ഫ്രണ്ടിൽ എവിടെയെങ്കിലും സിയോ എഫോ ഉണ്ടോ? മിററിന്റെ ബാക്ക് സൈഡിലേക്കാണ് നമുക്ക് സിയും എഫ് ഒക്കെ ആണ്. അപ്പൊ നമുക്ക് അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഒന്നും ഇല്ല. നമുക്ക് ഇവിടെ ഇൻഫിനിറ്റിയിൽ വെക്കാം, പിന്നെ മിററിന്റെ ഫ്രണ്ടിൽ വെക്കാം. 2 സിറ്റുവേഷൻ പറയുമ്പോൾ കാര്യം കഴിയും. ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. ഇൻ ദ കേസ് ഓഫ് കോൺവെക്സ് മിററിന്റെ ഫോക്കസ് എവിടെയാണ്, അതുപോലെ സെന്റർ ഓഫ് കർവേച്ചർ എവിടെയാണെന്ന് നിങ്ങൾക്ക് ഒരു ക്ലിയർ കട്ട് ഇമേജ് ഉണ്ടാവണം. അത് ആ മിററിന്റെ പുറകു സൈഡിലേക്കാണ് നമ്മൾ ഇമാജിൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ അത് നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയിരുന്നാൽ നമുക്ക് വളരെ പെട്ടെന്ന് ഇതിലേക്ക് എന്തുകൊണ്ടെന്ന് ചോദ്യം വരത്തില്ല. എന്നാൽ അങ്ങനെയൊക്കെ നമ്മളൊന്ന് കൃത്യമായി ഐഡന്റിഫൈ ചെയ്തിരുന്നാൽ നമുക്ക് മനസ്സിലാക്കി കണക്ട് ചെയ്ത് പഠിക്കാൻ പറ്റും. അപ്പൊ അതൊന്ന് ഓർമ്മിച്ചിരിക്കാം. ഓക്കെ, ഈ കേസിലേക്ക് വരാം. ഫസ്റ്റ് കേസ് ആണ് നമ്മൾ പഠിക്കുന്നത്. 2 കേസ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് കേസിനെ എ എന്ന് മാർക്ക് ചെയ്യുന്നു. സെക്കൻഡ് കേസ് നമുക്ക് നോക്കാം. ആദ്യം ഫസ്റ്റ് കേസ് നോക്കി സെക്കൻഡ് കേസിലേക്ക് പോകാം. ഇവിടെ ഇൻഫിനിറ്റി എന്നുള്ള ലൈറ്റ് റേസ് പ്രിൻസിപ്പൽ ആക്സിന് പാരലായിട്ട് കടന്നു വരും. അപ്പൊ പ്രിൻസിപ്പൽ ആക്സിന് പാരലായിട്ട് ഇൻഫിനിറ്റി ലൈറ്റ് റേസ് കടന്നു വരികയും മിററിലും തട്ടുകയും ചെയ്യും. ആഫ്റ്റർ റിഫ്ലക്ഷൻ ഇതെല്ലാം എന്ത് ചെയ്യും? ഡൈവേർജ് ചെയ്ത് പോകുന്നതായിട്ട് തോന്നും. ഈ ഡൈവേർജനെ നമ്മളൊന്ന് തിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് മിററിന്റെ പുറകിൽ നിന്നൊരു പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് പോകുന്നതായിട്ട് തോന്നും. എപ്പോഴും പാരലൈസ് വരുമ്പോൾ എല്ലാം ഒരു കോമൺ പോയിന്റിൽ നിന്ന് ലൈറ്റ് റേസ് ഡൈവേർജ് ചെയ്ത് അല്ലെങ്കിൽ കോമൺ പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് പോലെ നമുക്ക് ഫീൽ ചെയ്യും. ആ കോമൺ പോയിന്റിനെയാണ് നമ്മൾ ഫോക്കസ് എന്ന് വിളിക്കുന്നത്, പഠിച്ചിട്ടുണ്ട്. അതുപോലെ ഇവിടെയും ഇൻഫിനിറ്റി എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റിന്റെ ഇമേജ് ഫോർമേഷൻ സംഭവിക്കുക നമ്മുടെ കോൺവെക്സ് മിററിന്റെ ഫോക്കസിലായിരിക്കും. ഈ മിറർ നമുക്ക് നോക്കി ഇവിടെ ആക്ച്വലി ഇമേജ് കിട്ടുന്നുണ്ടോ? ഇല്ല. നമുക്ക് ആക്ച്വലി ഇമേജ് ലൈറ്റ് റേസ് ഒരിക്കലും ക്രോസ് ചെയ്യുന്നില്ല. കൂട്ടിമുട്ടുന്ന സമയത്താണ് നമുക്ക് ഇമേജ് കിട്ടുക. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ എവിടെയെങ്കിലും നമുക്ക് ഇമേജുകൾ തമ്മിൽ അല്ലെങ്കിൽ കൂട്ടിമുട്ടുന്നുണ്ടോ? ഈ ലൈറ്റ് റേസ് കൂട്ടിമുട്ടുന്നുണ്ടോ? ലൈറ്റ് റേസ് കൂട്ടിമുട്ടുന്നില്ല. ദാറ്റ് മീൻസ് ഇവിടെ നമുക്ക് റിയൽ ഇമേജ് കിട്ടുന്നില്ല. പിന്നെ ഇവിടെ കിട്ടുന്ന എന്ത് ഇമേജാ? വെർച്വൽ ഇമേജാ കിട്ടുന്നത്. ഈ വെർച്വൽ ഇമേജിന്റെ പ്രത്യേകത എന്താ? അത് ഇൻവെർട്ടഡ് ആണോ? അതേ എന്താണ് നമ്മളിവിടെ നോക്കിയേ, ഇവിടെ വെർച്വൽ ഇമേജ് എന്ന് പറയുമ്പോൾ കിട്ടുന്ന വെർച്വൽ ഇമേജ് തന്നെയാണ്. പക്ഷെ അതിന്റെ സൈസിനെ പറ്റി നോക്കി, ഹൈലി ഡിമിനിഷ്ഡ് ആണ്. ഹൈലി ഡിമിനിഷ്ഡ് ആയിട്ടുള്ള ഇറക്റ്റ് ആയിട്ടുള്ള ഹൈലി ഡിമിനിഷ്ഡും ഇറക്റ്റുമായിട്ടുള്ള ഒരു വെർച്വൽ ഇമേജ് ആണ് നമുക്കിവിടെ കിട്ടുന്നത്. ആ 3 നേച്ചറുകൾ നമ്മൾ കൃത്യമായി പഠിച്ചു നോക്കണം. ഇതിന്റെ ഇമേജ് ഫോർമേഷൻ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇമേജ് ഫോർമേഷൻ ഇൻഫിനിറ്റിയിൽ ഒബ്ജക്ട് വെക്കുമ്പോൾ ഇൻ ദ കേസ് ഓഫ് എ കോൺവെക്സ് മിറർ ഇമേജ് ഫോർമേഷൻ സംഭവിക്കുക കോൺവെക്സ് മിററിന്റെ ഫോക്കലിലാണ്. കോൺവെക്സ് മിററിന്റെ ഫോക്കൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെയാണ്? മിററിന്റെ പുറകിലാണ്, ബാക്ക് സൈഡിലാണ്. അപ്പോ ആ മിററിന്റെ ബാക്ക് സൈഡിലുള്ള ഫോക്കൽ നമുക്ക് എന്ത് ചെയ്യും? ഇമേജ് കിട്ടും. ഇമേജിന്റെ പൊസിഷൻ ഫോക്കസ്, കോൺവെക്സ് മിററിന്റെ ഫോക്കസ്. ഇമേജിന്റെ
നേച്ചർ എന്തൊക്കെയും ചോദിച്ചു കഴിഞ്ഞാൽ അത് റിയൽ അല്ല. അപ്പൊ നമ്മൾ അവിടെ എന്തെന്ന് പറയും? വെർച്വൽ ഇമേജ് എന്ന് പറയും. അതുപോലെ ഇറക്റ്റ് എന്ന് പറയണം. അതുപോലെ എന്തെന്ന് പറയണം? അത് സൈസ് വളരെ ഇത്രയും വലിയൊരു ഒബ്ജക്റ്റ് ഉണ്ടായിരുന്നുണ്ടോ, ചെറുതായി വരുന്നുണ്ടോ, ദാറ്റ് മീൻസ് വലിയ ഹൈലി ഡിമിനിഷ്ഡ് ആണ്. അപ്പൊ ഹൈലി ഡിമിനിഷ്ഡ് ആയിട്ടുള്ള ഒബ്ജക്റ്റ് ആണ്, സോ ഇമേജ് ആണ് കിട്ടുക. അതുപോലെ ഇറക്റ്റ് ആയിരിക്കും, അതുപോലെ വെർച്വൽ ഇമേജ് ആയിരിക്കും കിട്ടുക. ഈ 4 കാര്യങ്ങൾ നമ്മൾ കൃത്യമായി ഓർമ്മിച്ച് നോക്കണം. കാരണം നമുക്ക് വെർച്വൽ ഇമേജ് കിട്ടുന്ന ആകെ 3 സിറ്റുവേഷനിൽ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ പഠിക്കാനുണ്ട് CBSE. അത് ചോദിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ബോർഡ് എക്സാമിന്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഇതൊന്ന് ഇനി ഇതിൽ പഠിക്കുന്ന ഒന്ന്, പിന്നെ നമ്മൾ നേരത്തെ പഠിച്ച കോൺകേവ് എന്നുള്ള കേസ്, ഇങ്ങനെ 3 കേസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. മറ്റുള്ള ഇതിന്റെ ഈ ഡയഗ്രാം വിളിച്ച് എക്സ്പ്ലനേഷൻ ചിലപ്പോൾ ചോദിക്കാറുണ്ട്. അപ്പൊ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെച്ചിരിക്കുക. ഈ കാര്യം മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇൻഫിനിറ്റി വെക്കുന്നു, പ്രിൻസിപ്പൽ ആക്ഷൻ പാരലൽ ലൈറ്റ് റൈസ് വരുന്നു, ആഫ്റ്റർ റിഫ്ലക്ഷൻ എന്ത് ചെയ്യുന്നു, അകന്നു പോകുന്നു, തെളിച്ചൊരു കോമൺ പോയിന്റ് അകന്നു പോകുന്നു തോന്നും. നമ്മൾ അതിനെ ബാക്കിലേക്ക് ഒന്ന് ഇമാജിൻ ചെയ്ത് വരച്ചു കഴിഞ്ഞാൽ ഒരു കോമൺ പോയിന്റിൽ നിന്ന് അകന്നു പോകുന്നതായിട്ട് തോന്നും. ആ പോയിന്റാണ് ഫോക്കസ്. ഞാൻ നേരത്തെ പറഞ്ഞു, അവിടെ കിട്ടുന്നത് ഹൈലി ഡിമിനിഷ്ഡ് ആണെന്ന് പറഞ്ഞു, റിയൽ അല്ല, വെർച്വൽ ഇമേജ് ആണെന്ന് പറഞ്ഞു, ഇറക്റ്റ് ആണെന്ന് പറഞ്ഞു. ഇത്രയും പോയിന്റ്സ് ഹൈലി ഡിമിനിഷ്ഡ് ആണ്, ഇറക്റ്റ് ആണ്, വെർച്വൽ ആണെന്നുള്ള 3 നേച്ചർ ഇമേജിന്റെ നേച്ചർ ഓർമ്മിച്ചിരിക്കുക, പൊസിഷൻ ഓർമ്മിച്ചിരിക്കുക. ഇതാണ് എന്താണ് ഇമേജ് ഫോർമേഷൻ ബൈ എ കോൺവെക്സ് മിറർ എന്താണ് ഒബ്ജക്ട് പ്ലേസ്ഡ് അറ്റ് ഇൻഫിനിറ്റി എന്നുള്ള കാര്യം ഒന്ന് ഓർമ്മിച്ചിരിക്കുക. നമ്മൾ അടുത്ത സെക്ഷനിലേക്ക് പോകുന്നു. ഓക്കെ, നമ്മളിവിടെ ഈ ഇമേജ് ഫോർമേഷൻ ബൈ കോൺവെക്സ് മിററിൽ രണ്ടാമത്തെ കേസാണ് പഠിക്കാൻ പോകുന്നത്. ജസ്റ്റ് അതിനെ ബി പാർട്ട് മാർക്ക് ചെയ്യാം. നമ്മൾ നേരത്തെ പഠിച്ച എ പാർട്ടാണ്, ഇപ്പോൾ പഠിക്കാൻ പോകുന്നത് ബി പാർട്ടാണ്. അവിടെ നേരത്തെ നമ്മൾ പഠിച്ചപ്പോൾ നമ്മൾ ഈ ഒബ്ജക്ട് നമ്മൾ ഇൻഫിനിറ്റിയിലാണ് പ്ലേസ് ചെയ്തത്. ഇവിടെ ആണെങ്കിൽ നമ്മളിവിടെ ഒബ്ജക്ട് എ ബി എന്ന് പറയുന്ന ഒബ്ജക്റ്റിനെ പ്ലേസ് ചെയ്യുന്നത് ഇൻ ബിറ്റ്വീൻ ഇൻഫിനിറ്റി ആൻഡ് പോൾ. പോളിനും ഇൻഫിനിറ്റിക്കും ഇടയിൽ ഒബ്ജക്ട് വരുന്നു. കാരണം നമുക്കറിയാം കോൺകേവിൽ നമ്മൾ നോക്കിയപ്പോൾ അവിടെ കുറെ കേസുകൾ നമ്മൾ പഠിച്ചു. എന്താണ് അറ്റ് സി, ബിറ്റ്വീൻ സി ആൻഡ് എഫ്, അറ്റ് എഫ്, ബിറ്റ്വീൻ എഫ് ആൻഡ് മീൻസ് പോൾ ആൻഡ് ഫോക്കസ് എന്നൊക്കെ പഠിച്ചു. ഇവിടെ നമ്മൾ അങ്ങനെ ഒരു കണ്ടീഷൻസും ഇല്ല. ദാറ്റ് മീൻസ് ഇവിടെ പോള് കഴിഞ്ഞാൽ പിന്നെ ഇൻഫിനിറ്റിയേ ഉള്ളൂ. അപ്പൊ ബിറ്റ്വീൻ ഇൻഫിനിറ്റി ആൻഡ് എന്താണ് പോൾ എന്ന കണ്ടീഷൻ മാത്രം. നമ്മൾ ആദ്യം പഠിച്ചത് എ കണ്ടീഷൻ എന്തായിരുന്നു? അറ്റ് ഇൻഫിനിറ്റി. സെക്കൻഡ് കേസ് എന്തായിരുന്നു? ബിറ്റ്വീൻ പി ആൻഡ് എന്താണ് ബിറ്റ്വീൻ ഇൻഫിനിറ്റി ആൻഡ് പോൾ. ബിറ്റ്വീൻ ഇൻഫിനിറ്റി ആൻഡ് പോൾ, ഇങ്ങനെ 2 കേസാണ് നമ്മൾ പഠിക്കുന്നത്. ഇവിടെ നോക്കിയോ, ഇവിടെ ഒബ്ജക്ട് നമ്മൾ പ്ലേസ് ചെയ്യുന്നുണ്ട്. ഈ ഒബ്ജക്റ്റിൽ നിന്ന് ലൈറ്റ് റൈസ് കടന്നു വരുന്നു. ലൈറ്റ് റൈസ് ഫസ്റ്റ് ലൈറ്റ് റൈസ് നമ്മൾ ഇങ്ങനെ എടുക്കാം. പ്രിൻസിപ്പൽ ആക്സിന് പാരലായിട്ട് കടന്നു വരുന്നു. ഇതിന്റെ കേസ് കോൺവെക്സ് മിറർ. കോൺവെക്സ് മിററിൽ പ്രിൻസിപ്പൽ ആക്സിന് പാരലായിട്ട് വന്നു കഴിഞ്ഞാൽ മിററിൽ തട്ടുകയും ആഫ്റ്റർ റിഫ്ലക്ഷൻ എന്ത് ചെയ്യുകയും ചെയ്യും, ഫോക്കസിൽ നിന്ന് വരുന്നത് പോലെ ലൈറ്റ് റേ ആയിട്ട് കടന്നു പോവുകയും ചെയ്യും. ഓക്കെ, ഇവിടുന്ന് ഫോക്കസിൽ നിന്ന് വരുന്നത് പോലെ ലൈറ്റ് റേ ആയിട്ട് കടന്നു ഇത് വഴിക്ക് എങ്ങനെ എന്ത് ചെയ്യുന്നു, ഇങ്ങോട്ട് കടന്നു പോകുന്നു. സംശയമുണ്ടോ? ഒന്നും കൂടി പറഞ്ഞു തരാം. എ ബി എന്ന് പറയുന്ന ഒബ്ജക്റ്റ് പ്ലേസ് ചെയ്തിരിക്കുന്നത് ബിറ്റ്വീൻ എന്താണ് പോൾ ആൻഡ് ഇൻഫിനിറ്റിയിലാണ്. അവിടെ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒബ്ജക്റ്റ് ലൈറ്റ് റൈസ് കടന്നു വരുന്നു. ലൈറ്റ് റൈസ് കടന്നു വരുന്ന പ്രിൻസിപ്പൽ ആക്സിന് പാരലാണ്. പ്രിൻസിപ്പൽ ആക്സിന് പാരലായിട്ട് കടന്നു കഴിഞ്ഞാൽ നമുക്കറിയാം കോൺവെക്സ് മിററിൽ പ്രിൻസിപ്പൽ ആക്സിന് പാരലായിട്ട് കടന്നു വന്നു കഴിഞ്ഞാൽ ആഫ്റ്റർ റിഫ്ലക്ഷൻ എന്ത് സംഭവിക്കും? ഒരു ലൈറ്റ് റൈസ് ഇവിടെ തട്ടി ഇങ്ങോട്ട് കോൺവെക്സിന്റെ ഫോക്കസിൽ നിന്ന് വരുന്നത് പോലെ ലൈറ്റ് റൈസ് കടന്നു പോകും. ഓക്കെ, ലൈറ്റിന്റെ സ്റ്റാർട്ടിങ് ഇവിടെ നിന്ന് വരുന്ന രീതിയിൽ ഇവിടെ നിന്ന് കടന്നു. എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു സ്പിയറിന്റെ ആയിക്കോട്ടെ, ഇവിടെ നമുക്ക് സർക്കിളായിട്ട് ഇമാജിൻ ചെയ്യാം. സർക്കിളിന്റെ ആയിക്കോട്ടെ, സ്പിയറിന്റെ ആയിക്കോട്ടെ, സെൻട്രൽ നിന്ന് അതിലേക്ക് അതിന്റെ സർഫസിലേക്ക് വരയ്ക്കുന്ന ലൈൻ എന്ന് പറയുന്നത് അതുമായി മീറ്റ് ചെയ്യുന്ന ആംഗിൾ 90 ആയിരിക്കും. ദാറ്റ് മീൻസ് ഈ കാണുന്ന ലൈനിൽ ഇവിടെ സെന്ററിലേക്ക് വെച്ചിരുന്ന ഈ ഡോട്ടർ ലൈൻ, ഇതിനെയാണ് ഇവിടുത്തെ എന്തായിട്ട് കൺസിഡർ നമ്മൾ നോർമൽ ഇമാജിനറി പെർപെൻഡിക്കുലർ ലൈൻ ഡ്രോൺ അറ്റ് ദ ഇൻസിഡന്റ് പോയിന്റ്. ഇൻസിഡന്റ് പോയിന്റിൽ വരയ്ക്കുന്ന ഇമാജിനറി പെർപെൻഡിക്കുലർ ലൈനെ വിളിക്കുന്ന പേരാണ് നോർമൽ എന്ന കാര്യം നമ്മൾ ഓർമ്മിച്ചിരിക്കുക. അപ്പൊ ഈ ഡോട്ടർ ലൈൻ കൺസിഡേഴ്സ് നോർമൽ. അങ്ങനെയാണെങ്കിൽ നോർമലും ഇൻസിഡന്റ് റേ ആയ ഈ റേ നമ്മൾ മേക്ക് ചെയ്യുന്ന ആംഗിൾ ഇൻസിഡന്റ് ആംഗിൾ ഈസ് ഡോട്ടഡ് ബൈ ഐ. ഇവിടെ നിന്ന് ആഫ്റ്റർ റിഫ്ലക്ഷൻ കടന്നു പോകും. നോർമലും റിഫ്ലക്റ്റഡ് റേയും മേക്ക് ചെയ്യുന്ന ആംഗിൾ ആർ. അപ്പൊ നമുക്കറിയാം ആംഗിൾ ഐ ഈസ് ഈക്വൽ ടു ആംഗിൾ ആർ എന്നുള്ള റിഫ്ലക്ഷന്റെ ലോ പാലിച്ചുകൊണ്ട് തന്നെയാണ് ഈ ലൈറ്റ് റേസ് ഇങ്ങോട്ട് കടന്നു പോകുന്നുള്ള കാര്യം ഓർമ്മിച്ചിരിക്കുക. അപ്പൊ ഈ ലൈറ്റ് റേ ഇങ്ങോട്ട് കടന്നു പോകുമ്പോൾ ലൈറ്റ് റേയുടെ ബാക്കിലേക്ക് നമ്മൾ ഇമാജിൻ ചെയ്യുമ്പോഴാണ് അത് അതിന്റെ ഫോക്കസിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്ത് പോകുന്നത് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ പറഞ്ഞ പോയിന്റ് നിങ്ങൾക്ക് വ്യക്തമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇവിടെ വരുന്നത് തട്ടിപ്പോകുന്നത് റിഫ്ലക്ഷൻ ലോ അനുസരിച്ചാണ്. അപ്പൊ ഈ ലൈറ്റ് റേസ് ഇങ്ങോട്ട് പോകുമ്പോൾ അത് നമ്മൾ ബാക്കിലോട്ട് ഇമാജിൻ ചെയ്യുന്നു. ബിഹൈൻഡ് ദ മിറർ ഇമാജിൻ ചെയ്യുമ്പോൾ നമ്മളത് ഫോക്കസിൽ നിന്നാണ് പോകുന്നത് മനസ്സിലാക്കുന്നു. അങ്ങനെയാണ് നമ്മൾ അതിൽ നിന്ന് ഫോക്കസിൽ നിന്ന് കടന്നു പോകുന്നതായിട്ട് നമ്മൾ ഇമാജിൻ ചെയ്ത് വെക്കുക. ഇമാജിനേഷൻ ആണ്. ലൈറ്റ് ഒരിക്കലും മിററിന്റെ ബിഹൈൻഡിലേക്ക് അല്ലെങ്കിൽ പുറകിലേക്ക് കടക്കുന്നതല്ല. ദെൻ സെക്കൻഡ് ലൈറ്റ് നമുക്ക് ഇവിടെ നോക്കാം. ഇവിടുന്ന് മറ്റൊരു ലൈറ്റിലേക്ക് കടന്നു വരുന്നു. എന്തിനെ ലക്ഷ്യമാക്കി വരുന്നു? സെന്റർ ഓഫ് കർവേച്ചർ ലക്ഷ്യമാക്കി വരുന്നു. സെന്റർ ഓഫ് കർവേച്ചർ ലക്ഷ്യമാക്കി വരുമ്പോൾ ലൈറ്റ് റേസ് ഇങ്ങനെ വരുന്നു.
ആഫ്റ്റർ റിഫ്ലക്ഷൻ ലൈറ്റ് ആ വന്ന ഭാഗത്ത് തന്നെ തിരിച്ചു പോകുന്ന രീതിയിലേക്ക് ആഫ്റ്റർ തട്ടി എന്ത് ചെയ്യും, തിരിച്ച് അതേ പാതയിൽ തന്നെ കടന്നു പോകുന്നു, അതേ പാത്തിൽ കൂടെ തന്നെ കടന്നു പോകുന്നു. എന്തുകൊണ്ട് അതേ പാത്തിൽ കൂടെ കടന്നു പോകുന്നു വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ഈ ലൈൻ തന്നെയാണ് ഇവിടുത്തെ ഈ നോർമൽ. അത് ഇവിടെ ആംഗിൾ ഐ എന്നുള്ള സാധനം 0 ആയി പോകും. അപ്പൊ ആംഗിൾ ആർ എന്ത് തന്നെ ആവണം, 0 ആവണം. അതായത് ഇപ്പൊ നമ്മൾ ലൈനിൽ കൂടെ തന്നെ വന്നു കഴിഞ്ഞാൽ ലൈനിൽ കൂടെ തന്നെ തിരിച്ചു പോയാൽ മാത്രമേ അവിടെ ആംഗിൾ ഐ ആറൊക്കെ എന്താകത്തുള്ളൂ, 0 ആകത്തുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് വന്ന വഴി കൂടെ തന്നെ തിരിച്ചു പോകുന്നു. അപ്പോൾ ഇവിടെ ആക്ച്വലി നമുക്കൊരു റിയൽ ഇമേജ് ഫോർമേഷൻ സംഭവിക്കുന്നില്ല. കാരണം ഒരു ലൈറ്റ് റേ ഇങ്ങോട്ടും പോകുന്നു, മറ്റൊരു ലൈറ്റ് റേ ഇങ്ങോട്ടും പോകുന്നു. ഈ രണ്ട് ലൈറ്റ് റേ രണ്ട് ഭാഗത്തേക്ക് ഇങ്ങനെ അകന്നു പോവുകയാണ്. ഇങ്ങനെ പോകുന്ന ലൈറ്റ് റേസ് ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു ഭാഗത്തേക്കും കൂട്ടിമുട്ടാൻ സാധിക്കില്ല. നമുക്കറിയാം രണ്ട് ലൈറ്റ് റേസ് ഇങ്ങനെ രണ്ട് ഡയറക്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരിക്കലും ഇൻഫിനിറ്റി പോലും കൂട്ടിമുട്ടില്ല. അപ്പൊ ഒരിക്കലും റിയൽ ഇമേജ് ഫോർമേഷൻ സംഭവിക്കില്ല. അപ്പൊ നമ്മളൊന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ, തിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ, ഈ രണ്ട് ലൈറ്റ് റേയും വേറെ എവിടെയോ ബാക്ക്വേർഡ് ബിഹൈൻഡ് മിററിൽ എവിടെയോ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, കൂട്ടിമുട്ടാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഇമാജിനേഷൻ നമ്മൾ ചിന്തിക്കുമ്പോൾ രണ്ട് ലൈറ്റ് റേയും ബിറ്റ്വീൻ പോൾ ആൻഡ് ഫോക്കസ്, ബിഹൈൻഡ് ദ മിററിലാണ് സംഭവിക്കുക. ബിറ്റ്വീൻ പോൾ ആൻഡ് ഫോക്കസിൽ കൂട്ടുമുട്ടാൻ, ഇമാജിനേഷനിൽ കൂട്ടുമുട്ടാൻ സാധ്യതയുണ്ട്. നമുക്ക് അതുകൊണ്ട് അവിടെ ഒരു വെർച്വൽ ഇമേജ് ഫോം ചെയ്യുന്നു. അപ്പോൾ നമ്മൾ പഠിക്കുക, ഇൻ ദ കേസ് ഓഫ് എ കോൺവെക്സ് മിറർ an object is placed in between infinity and pole ഒരു ഒബ്ജക്റ്റിനെ നമ്മൾ പ്ലേസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കൃത്യമായി ഈ ഇമേജ് റിയൽ കിട്ടുന്നില്ലെങ്കിലും വെർച്വൽ ഇമേജ് ഫോം ചെയ്യുന്നുണ്ട്. എവിടെയാണ്, ബിഹൈൻഡ് ദ മിറർ ബിറ്റ്വീൻ പോൾ ആൻഡ് ഫോക്കസിൽ നമുക്കൊരു വെർച്വൽ ഇമേജ് കിട്ടുന്നുണ്ട്. ആ വെർച്വൽ ഇമേജ് ആണ് ഈ കാണുന്നത്. നമുക്ക് അവിടെ വേണമെങ്കിൽ A', B' എന്ന് മാർക്ക് ചെയ്യാം. നമുക്കിവിടെ മോളാണ് A', B' എന്ന് മാർക്ക് ഇമേജ് ആണ്, നമുക്ക് ഓർമ്മിച്ചിരിക്കാം. അപ്പോ ആ ഇമേജിന്റെ പൊസിഷൻ പഠിക്കുക. ബിറ്റ്വീൻ P and F മീൻസ് പോൾ ആൻഡ് ഫോക്കസ്. ബിറ്റ്വീൻ P and F മീൻസ് പോൾ ആൻഡ് ഫോക്കസ് ബിഹൈൻഡ് ദ മിറർ എന്നുള്ള കാര്യം, അതാണ് ഇമേജിന്റെ പൊസിഷൻ. ഈ ഇമേജിന്റെ നേച്ചറെ പറ്റി പറഞ്ഞാൽ ഇവിടെ നോക്കിയാൽ നമുക്ക് കിട്ടിയ ഇമേജ് എന്താണ്, റിയൽ ആയിട്ടുള്ള ഇമേജ് കിട്ടിയോ? ഇല്ല, വെർച്വൽ ആയിട്ടുള്ള ഇമേജ് ആണ് കിട്ടിയത്. ഇൻവെർട്ട് ഇമേജ് ആണ്, ഇറക്റ്റ് ആണ്. നമുക്ക് ഇവിടെ കിട്ടിയ ഇറക്റ്റ് ഇമേജ് ആണ്. അതുപോലെ എന്താണ്, ഒരു ഹൈലി ഡിമിനിഷ്ഡ് എന്ന് പറയാൻ പറ്റൂല. ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഡിമിനിഷ്ഡ് ആണെന്ന് മാത്രം പറയാൻ പറ്റും. അപ്പോൾ ഇമേജിന്റെ നേച്ചറിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഡിമിനിഷ്ഡ് ആണ്, ഇറക്റ്റ് ആണ്, അതുപോലെ വെർച്വൽ ഇമേജ് ആണ് കിട്ടിയത്. ഇമേജിന്റെ പൊസിഷനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ബിഹൈൻഡ് ദ മിറർ ബിറ്റ്വീൻ പോൾ ആൻഡ് ഫോക്കസ് എന്ന് പറയാം. അപ്പോൾ ഇവിടെ നമ്മൾ പഠിച്ച കാര്യം, രണ്ട് തരത്തിലുള്ള ഇമേജ് ഫോർമേഷൻ മാത്രമേ എന്തിനുള്ളൂ, കോൺവെക്സ് മിററിനുള്ളൂ. ആ രണ്ട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഒന്ന് എവിടെ വെച്ചപ്പോഴാണ്, ഇൻഫിനിറ്റിയിൽ പ്ലേസ് ചെയ്തപ്പോഴാണ്. രണ്ടാമത് ഇവിടെ പ്ലേസ് ചെയ്തപ്പോഴും. വളരെ വ്യക്തമായി പഠിച്ചു നോക്കുക. ബിറ്റ്വീൻ ഇൻഫിനിറ്റി ആൻഡ് പോൾ, ഈ രണ്ട് കേസുകൾ മാത്രമേ പഠിക്കാനുള്ളൂ. ഒന്ന് ഇൻഫിനിറ്റിയിൽ, ഒന്ന് ഇൻഫിനിറ്റിക്കും പോളിനും ഇടയിൽ. ഈ രണ്ട് കാര്യങ്ങൾ മാത്രമേ കോൺവെക്സ് മിററിനെ സംബന്ധിച്ചിടത്തോളം പഠിക്കാനുള്ളൂ എന്നുള്ളത് ഓർമ്മിക്കുക. എന്നാൽ മാത്രമേ ഈ രണ്ട് ഇമേജ് ഫോർമേഷനും കൃത്യമായി പഠിക്കാൻ പറ്റൂ. ഈ രണ്ട് ഇമേജും കൃത്യമായി വെർച്വൽ ആയിട്ടാണ് എന്ത് ചെയ്യപ്പെടുന്നത്, ഫോം ചെയ്യപ്പെടുന്നത്. അതുകൊണ്ട് ചോദിക്കാം, എപ്പോഴും വെർച്വൽ ഇമേജ് മാത്രം ഫോം ചെയ്യുന്ന മിറർ ശ്രദ്ധിച്ച് പഠിക്കുക. ഇനി നമുക്ക് ലെൻസ് പഠിക്കാനുള്ളതെന്നാണ് പറയുന്നത്. അപ്പോൾ എപ്പോഴും എന്തുമാത്രം വെർച്വൽ ഇമേജ് മാത്രം ഫോം ചെയ്യുന്ന മിറർ എന്ന് ചോദിച്ചാൽ നമ്മൾ ഉത്തരം എന്ത് തന്നെയാണ്, കോൺവെക്സ് മിറർ തന്നെയാണ്. ട്രൂ ഓർ ഫാൾസ് സ്റ്റേറ്റ്മെന്റിൽ നമുക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. അതൊക്കെ ആ ചോദ്യങ്ങൾ ശ്രദ്ധിച്ച് പഠിക്കുക. കോൺവെക്സ് ആണോ കോൺകേവ് ആണോ എന്ന് പറഞ്ഞ് കൺഫ്യൂസ് ചെയ്യും. അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ചോയ്സിലൊക്കെ ചിലപ്പോൾ ഉണ്ടാവും. നിങ്ങൾ കൃത്യമായി ആ ഒരു പോയിന്റും കൂടി കോൺവെക്സ് മിററുമായി ബന്ധപ്പെടുത്തി പഠിച്ചു വെച്ചിരിക്കുക. ഓക്കെ, പറഞ്ഞ കാര്യം മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുകയാണ്. നമുക്ക് മൾട്ടിപ്പിൾ ചോയ്സ് ചോദ്യങ്ങളൊക്കെ ബോർഡ് എക്സാമിനേഷൻ ഉണ്ട്, പുതിയ റിവിഷൻ അനുസരിച്ച്, അറിയാമല്ലോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കൃത്യമായി കാര്യങ്ങൾ പഠിച്ചു വെച്ചിരിക്കുക. അപ്പോൾ കോൺവെക്സ് മിററുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായി കഴിഞ്ഞു. ഇനി കോൺവെക്സ് മിററുമായി ബന്ധപ്പെട്ട ഇമേജ് ഫോർമേഷൻസ് ആയി കഴിഞ്ഞു. നമുക്ക് നെക്സ്റ്റ് സെക്ഷനിലേക്ക് കിടക്കും. ഓക്കെ, നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് നമ്മുടെ കോൺവെക്സ് മിററിനെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇവിടെ നമ്മൾ കോൺവെക്സ് മിററിന്റെ യൂസസ് ആണ് നമ്മൾ നെക്സ്റ്റ് പഠിക്കാനുള്ളത്. കോൺവെക്സ് മിററുമായി ബന്ധപ്പെട്ട് നമ്മൾ പ്രധാനമായും നമ്മൾ പഠിച്ചു രണ്ട് തരത്തിലുള്ള അതിന് ഇമേജ് ഫോർമേഷനാണ് പഠിച്ചത്. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സെക്ഷനാണ് ഈ കോൺവെക്സ് മിററിന്റെ റിയർ വ്യൂ മിറർ. വെഹിക്കിൾസിന്റെ റിയർ വ്യൂ മിറർ എന്ന സാധനം. നമുക്ക് വെഹിക്കിൾസിന്റെ റിയർ വ്യൂ മിറർ മീൻസ് സൈഡിൽ വിങ് കഴിക്കുന്നത് റിയർ വ്യൂ മിറർ ആയിട്ട് നമ്മൾ അതിന്റെ സൈഡിലേക്ക് വെക്കുന്ന മിറർ. ഒരിക്കലും നിങ്ങൾ ചിന്തിക്കരുത് മിറർ എന്ന് പറയുമ്പോൾ ഫ്രണ്ട് ഒരു ഗ്ലാസ് ഒന്നുമല്ല. നമ്മുടെ വാഹനങ്ങൾ നിങ്ങൾക്ക് അറിയാം, വാഹനങ്ങളുടെ റിയർ ബൈക്കിന്റെ സൈഡിലേക്ക് ഇങ്ങനെ കൊമ്പിരിക്കുന്നത്, അല്ലെങ്കിൽ വാഹനങ്ങളുടെ ഡോറിന് പുറത്തിരിക്കുന്ന ഒരു മിററാണ് നമ്മൾ റിയർ വ്യൂ മിറർ എന്ന് ഉദ്ദേശിക്കുന്നത്. അതിനകത്ത് ഒബ്ജക്റ്റിന്റെ മിറർ ക്ലോസ് ദാൻ അപ്പിയർ എന്നൊക്കെ പറഞ്ഞ സ്റ്റേറ്റ്മെന്റിംഗ് ആണ് നമ്മൾ റിയർ വ്യൂ മിറർ വാച്ച് ചെയ്ത് കഴിഞ്ഞത്, ശ്രദ്ധിച്ചു കഴിഞ്ഞത്. അപ്പോൾ ഈ റിയർ വ്യൂ മിറർ ആണ് നമ്മൾ പ്രധാനമായി ഒരുപാട് തവണ ബോർഡ് എക്സാമിന് ചോദിച്ച ചോദ്യമാണ്. വിച്ച് മിറർ അല്ലെങ്കിൽ ഡാഷ് ചെയ്തിട്ട് നമ്മൾ ഫില്ലിംഗ് ദ റാങ്ക്സോ അങ്ങനെയൊക്കെ പറഞ്ഞ്, അല്ലെങ്കിൽ മാച്ച് ദ ഫോളോയിങ് ട്രൂ ഓർ ഫാൾസോ അങ്ങനെയൊക്കെ പറഞ്ഞ് ഒരുപാട് വൺ വേഡ് ചോദ്യങ്ങൾ ഒരുപാട് തവണ ബോർഡ് എക്സാമിനും മോഡൽ എക്സാമിനൊക്കെ ചോദിച്ചൊരു സാധനമാണ്. ഏത് മിററാണ് റിയർ വ്യൂ മിററായിട്ട് ഉപയോഗിക്കുന്നത്, അതായത് റിയർ വ്യൂ മിററായിട്ട് ഏത് മിറർ, തിരിച്ചും മറിച്ചൊക്കെ ഒരുപാട് തവണ എക്സാമിന് ചോദിച്ചൊരു പോയിന്റാണ്. റിയർ വ്യൂ മിറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്
കോൺവെക്സ് മിറർ ആണ്. ഓർമ്മിച്ച് പഠിക്കുക, കോൺവെക്സ് മിറർ ആണ്. നമ്മൾ കോൺകേവ് മിററിന് 5 യൂസസ് പറഞ്ഞെങ്കിൽ ഇവിടെ ഒറ്റ യൂസേ പഠിക്കുന്നുള്ളൂ. അത് തന്നെയാണ് റിയർ വ്യൂ മിററായിട്ട് ഉപയോഗിക്കുന്ന ഒരു മിററാണ് കോൺവെക്സ് മിറർ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റിയർ വ്യൂ മിറർ നമുക്കറിയാം സി അതുപോലെ എഫ് ഒന്നും നമ്മൾ മിററിന്റെ ഫ്രണ്ടിലില്ല. അപ്പൊ ഇൻഫിനിറ്റി ബിറ്റ്വീൻ ഇൻഫിനിറ്റിയിലും പിയിലും ഇരുന്ന് കഴിഞ്ഞാൽ ഇൻഫിനിറ്റിയിലും പി മീൻസ് പോളിലും ഇൻഫിനിറ്റിയിലും പോളിനിടയ്ക്ക് എവിടെ ഒബ്ജക്ട് ഇരുന്നാലും അതിന്റെ ഇമേജ് ഫോർമേഷൻ ബിറ്റ്വീൻ എവിടെ നടക്കുക, ബിഹൈൻഡ് ദ മിറർ ബിറ്റ്വീൻ എഫ് ആൻഡ് പി നടക്കുക. അപ്പൊ നമുക്ക് ഡ്രൈവറിന് ആ മിറർ അഡ്ജസ്റ്റ് വെച്ചാൽ ആ ഡ്രൈവറിന് കാണാൻ പറ്റുന്ന പുറകിലോട്ടുള്ള ഏരിയയിൽ എവിടെ ഒബ്ജക്ട് വന്നാലും ആ ഡ്രൈവർ സീറ്റ് ഇരിക്കുമ്പോൾ കൃത്യമായ ഒരു തലത്തിൽ ഇമേജ് ഫോർമേഷൻ സംഭവിക്കും. ഇറക്റ്റായിട്ട് നമുക്ക് ഞാൻ പറഞ്ഞത് വെർച്വൽ ഇമേജ് ആണ് കിട്ടുക. ദാറ്റ് മീൻസ് മിററിനുള്ളിൽ കാണുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യാം. നമ്മുടെ ഹ്യൂമൻ ബീങ്സിന് അയ്യും കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് കാണാൻ പറ്റും, നമ്മളങ്ങനെ കാണാൻ സാധിക്കുക. ആക്ച്വലി ഇമേജ് ഫോർമേഷൻ നമുക്ക് സ്ക്രീൻ ദാറ്റ് മീൻസ് ഡിഫറെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെർച്വൽ ഇമേജ് റിയൽ ഇമേജ് എന്നുള്ള വ്യക്തി നമുക്ക് സ്ക്രീനിൽ പതിപ്പിക്കാൻ പറ്റില്ല. ദാറ്റ് മീൻസ് നമ്മളൊരു വൈറ്റ് പ്രതലം വെച്ച് കഴിഞ്ഞാൽ അവിടേക്ക് നമ്മളിങ്ങനെ നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാക്കണമെങ്കിൽ നിങ്ങളൊരു സാധാരണ നിങ്ങളുടെ വീട്ടിലുള്ള മുഖം നോക്കുന്ന കണ്ണാടി എടുക്കുക. മുഖം നോക്കുന്ന കണ്ണാടി എടുത്ത് നമ്മളൊരു ഒരു ലൈറ്റ് എന്തെങ്കിലും അടിച്ചു കഴിഞ്ഞാൽ ലൈറ്റ് മാത്രമേ കാണാൻ പറ്റില്ല. ലൈറ്റിനകത്തുള്ള ഇപ്പോൾ ഒരു നമ്മളൊരു മരത്തിന്റെയോ അല്ലെങ്കിൽ മനുഷ്യന്റെയോ ഒന്നും അതിൽ കാണാൻ പറ്റില്ല. പക്ഷെ നേരെ മറിച്ച് ഒരു കോൺവെക്സ് ഒരു കോൺകേവ് മിറർ എടുത്താണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ നമ്മൾ പ്രത്യേക സ്ഥലത്ത് വെക്കുമ്പോൾ നമുക്ക് കൃത്യമായി എന്ത് ചെയ്യും ഇമേജ് ഫോർമേഷൻ നടക്കുന്നതായിട്ട് നമുക്ക് തോന്നാറുണ്ട്. അതായത് ആ കാണുന്ന വൈറ്റ് സ്ക്രീനിൽ നമുക്ക് വയ്ക്കുന്ന വൈറ്റ് സ്ക്രീനിൽ നമുക്ക് ഇമേജ് കാണാൻ പറ്റും. നമ്മൾ സ്കൂളിലെ ലാബിലൊക്കെ നമ്മൾ വരുന്ന സമയത്ത് ചെയ്ത് കാണിച്ച് നമ്മൾ പഠിക്കേണ്ടതാണ്. ക്യാനിലൊക്കെ നമ്മൾ അത് വെച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സ്പെരിമെന്റ് ആണ്. അതുപോലെ ഇവിടെ നമുക്ക് ഈ കോൺവെക്സിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, സ്ക്രീനിൽ പതിപ്പിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് റിയൽ കിട്ടില്ല എന്ന് പറയുന്നത്. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ കണ്ണുകൊണ്ട് നമുക്ക് ഇമേജ് നമുക്ക് എന്ത് ചെയ്യാം ആ മിററിനുള്ളിൽ കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെയാണ് ഒരു വലിയൊരു ഏരിയ വളരെ ഡിമിനിഷ് ചെയ്ത് കാണാൻ പറ്റും. അത് എങ്ങനെയാണ് ഇൻവെർട്ടഡ് ഇറക്റ്റായിട്ട് നമുക്ക് കാണാൻ പറ്റും. ദാറ്റ് മീൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിന്റെ അതേപോലെ തന്നെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഒരു വലിയ ഹ്യൂജ് ഏരിയ ചെറിയൊരു പ്രതലത്തിലേക്ക് നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ എന്ത് പ്രിഫർ ചെയ്യുന്നത്, റിയർ വ്യൂ മിററായിട്ട് കോൺവെക്സ് മിറർ പ്രിഫർ ചെയ്യുന്നത് എന്നുള്ള കാര്യം ഓർമ്മിച്ചിരിക്കുക, പഠിക്കുക. അപ്പോൾ കോൺവെക്സ് മിററിന്റെ പ്രധാനപ്പെട്ട യൂസ് എന്ന് വെച്ചാൽ റിയർ വ്യൂ മിറർ എന്ന് പറയുന്നത് വെഹിക്കിൾസിന്റെ റിയർ വ്യൂ മിറർ തന്നെയാണ്. അപ്പോൾ അത് ഓർമ്മിച്ച് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇനി നമ്മൾ ഇതോടുകൂടി ഈ സെക്ഷനും കൂടി ആയപ്പോൾ തന്നെ നമ്മുടെ ഇമേജ് ഫോർമേഷൻ കോൺകേവിന്റെ പഠിച്ചു, കോൺവെക്സ് പഠിച്ചു, യൂസ് കോൺകേവ് കോൺവെക്സ് പഠിച്ചു. ഒരു വലിയൊരു സെക്ഷൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് മിററുമായി ബന്ധപ്പെട്ട്. ഇനി നമ്മുടെ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ ആണ്, അതായത് അടുത്തൊരു വലിയൊരു മേഖലയാണ് നമ്മൾ പഠിക്കാനുള്ളത്. നമ്മൾ നെക്സ്റ്റ് പാർട്ടി ഡീൽ ചെയ്യും. ഇതിന് ഡൗട്ട്സ് ഉള്ള കമന്റ് ഇടാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക.